ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു വളരുവാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ അനിവാര്യമാണെന്നും അതിനു വേണ്ട സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട വിദ്യാർത്ഥികൾക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കലാലയത്തിൽ വരുന്നത്. ഒന്ന് നമ്മുടെ SPCC അടച്ചുകൾ നമുക്കറിയാം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വേണം എന്ന് ടീച്ചർ എഴുതി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എഴുതി തന്ന സന്ദർഭത്തിൽ തന്നെ ഈ സ്കൂളിൽ അത് അനുവദിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യുകയും അത് അനുവദിപ്പിച്ചു തരികയും നല്ല ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. അത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് മറ്റൊരു നേട്ടം ഈ കാലഘട്ടത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ നമുക്ക് പഠിക്കാൻ ആവശ്യമായ കമ്പ്യൂട്ടർ, അത് ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് സെന്റ് ലൂഷ്യസിലാണെങ്കിൽ 35 കമ്പ്യൂട്ടർ വേണമെന്നായിരുന്നു എന്ന് അച്ഛൻ സൂചിപ്പിച്ചത്. അവിടെ മാത്തമാറ്റിക്സിന്റെ പ്രത്യേക ലാബ് തുടങ്ങുന്നതിന് വേണ്ടി അത്രയും കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് പിറ്റേ മാസം തന്നെ അത് അനുവദിച്ചു കൊടുത്തിരുന്നു. അപ്പൊ കുട്ടികൾക്ക് എവിടെയൊക്കെ പഠനത്തിന് കമ്പ്യൂട്ടർ വേണമെന്ന് MLA ഫണ്ടിൽ നിന്ന് ആവശ്യപ്പെടുന്നു, മറ്റേത് കാര്യത്തിന് കൊടുക്കുന്നതിനേക്കാൾ മുൻപന്തിയിൽ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് MLA ഫണ്ട് കൊടുക്കാറുള്ളൂ എന്ന കാര്യവും എടുത്ത് സൂചിപ്പിക്കുകയാണ്. അത് കുട്ടികളോടുള്ള നാളത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നാടിന്റെ നായകരായി മാറേണ്ടവർ എന്നതുകൊണ്ട് തന്നെ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് ഓരോ ജനപ്രതിനിധിയുടെയും ധർമ്മമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിരമ്പുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു പടിഞ്ഞാറേക്കൂറ്റ് അധ്യക്ഷത വഹിച്ചു. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ടോണി മണക്കുന്നേൽ, വാർഡ് മെമ്പർ ബേബിന സജാസ്, PTA പ്രസിഡന്റ് മോൻ സെബാസ്റ്റ്യൻ പള്ളിക്കുന്നേൽ, പ്രോഗ്രാം കോർഡിനേറ്റർ തോമസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു.